ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മോൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇവിടെ അടുത്തുള്ളൊരു കടയാണ്. കാരണം ശീതൾദമ്മിലും ഉണ്ട് ഇങ്ങനെ, പക്ഷേ അത് ബ്യൂട്ടി പാർലറാണ്. പെൺപിള്ളേരുടെ ഒരുങ്ങുന്ന ഒക്കെ ഒരു ഇതാണ്. അപ്പം അല്ലെങ്കിൽ ആൺപിള്ളേർക്കൊക്കെ വെളിയിൽ പോയി ചെയ്യണം. അപ്പം പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്. ഞങ്ങൾ അന്ന് മാർക്കറ്റിൽ പോയാൽ അവിടെ തന്നെയാണ് കട. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോവാണ്. ഹിന്ദിയൊന്നും വലിയ വശമില്ല എങ്കിൽ പോലും മുടി വെട്ടണ്ടായോ എന്ന് വിചാരിച്ചിട്ട് പോവാം. അപ്പം മോനെ വന്നണക്ക് മുടി വെട്ടിയിട്ടില്ല. അപ്പം നല്ലതായിട്ട് മുടിയൊക്കെ വളർന്നു. അപ്പം ഒത്തിരി വളർന്നു കഴിഞ്ഞാൽ വെയിലൊക്കെ വിയർപ്പൊക്കെ താണ് പനിയും ഉണ്ടാവും. അതുകൊണ്ട് മുടി ഇച്ചിരി വളരുമ്പോഴേ അങ്ങ് വെട്ടിക്കളയും. അപ്പം ഇവരോട് ഏത് സ്റ്റൈല് വെട്ടണമെന്നൊന്നും പറയാൻ അറിയത്തില്ല. കാരണം അവിടെ നാട്ടിൽ 2 സ്റ്റൈലാണ് വെട്ടുന്നത്. അപ്പാച്ചി ഒന്ന് മിലിറ്ററി കട്ടുമാണ് വെട്ടുന്നത്. ഇവിടെ സ്റ്റൈല് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവരോട് അങ്ങനെ ആ ഒരു സ്റ്റൈല് പറയാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. പിന്നെ മോൾക്ക് അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയാവുന്നത് കൊണ്ട് പിടിച്ച് നിൽക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കട എത്തിയിട്ടുണ്ട്. ഇതാണ് കട കേട്ടോ, ചെറിയൊരു കടയാണ്. അപ്പം കടയിൽ ചെന്ന പാടെ അയാൾ എന്നോട് ചോദിച്ചു, ആർക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബച്ച എന്ന് പറഞ്ഞു. അയാൾക്ക് എന്തെങ്കിലും മനസ്സിലായി. ഇച്ചിരി തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 4-5 പേരുണ്ടായിരുന്നു കടയിൽ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന മാർക്കറ്റാണ് അവിടെ ബുധനാഴ്ച മാത്രമേ ഉള്ളൂ മാർക്കറ്റ്, ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നുമില്ല. അപ്പം ഈ 2 പേരോടുണ്ട്. അവർ 2 പേരും കഴിഞ്ഞിട്ട് വേണം മോൻ്റെ മുടി വെട്ടാൻ. അപ്പം മോൻ്റെ ഫോണിനകത്ത് ഞാനൊരു ഫോട്ടോ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്തൊരു ഫാഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ അയാളെ ഞാൻ കാണിച്ചു കൊടുത്ത് അയാൾ ആ രീതിയിൽ മുടി വെട്ടുവാണ്. മോനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, അവനതെല്ലാം കേൾക്കുന്നുണ്ട്. ഹിന്ദി അറിയത്തൊന്നുമില്ല എങ്കിൽ പോലും അവർ പറയുന്നതിനനുസരിച്ചൊക്കെ തല ചരിക്കുകയും കുനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ മുടി വെട്ടുന്നതിന് 50 രൂപയായിരുന്നു പൈസ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 150 രൂപ 200 രൂപയ്ക്ക് അടുത്താവും. ഇവിടെ 50 രൂപയുള്ള പൈസ. നമ്മുടെ അവിടെ ആണ് 200 രൂപ കൊടുക്കണ്ടേ, അല്ല 150 രൂപ കൊടുക്കണ്ടേ. അപ്പോൾ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി നല്ല ഇരുട്ടായി. ഒരു 7:15 ആയി ഞങ്ങൾ തിരിച്ച് കടയിൽ നിന്ന് ഇറങ്ങിയപ്പം. കാരണം തിരക്കുണ്ടായിരുന്നല്ലോ. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ദാഹവും ഒക്കെ ആയി. അല്ലെങ്കിൽ എൻ്റെ മക്കൾ എവിടെയോട്ടിലൊന്ന് പോവുകയാണെങ്കിൽ ഭയങ്കര ദാഹവും വിശപ്പുമാണ്. വീട്ടിലിരിക്കാൻ നേരം ഒരു വിശപ്പുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം കടയിൽ കയറി ഐസ്ക്രീം വാങ്ങിച്ചു. മാംഗോ ബാറാണ് വാങ്ങിച്ചത്. പണ്ടത്തെ മാംഗോ ബാറില്ല. പണ്ടത്തെ മാംഗോ ബാറിനകത്ത് അകത്ത് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ ഫാഷനിലെ മാംഗോ ബാറാണ്. ഫുൾ മാംഗോയാണ്. എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. മോൻ്റെ മുടി വെട്ടിയേക്കുന്നതിൻ്റെ ഫോട്ടോയൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.